മുരുകന്റെ അടുത്തുള്ളത്. അകലേക്കുമായാലും അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. ഇന്നലെ വന്നു, ഇവിടെ താമസിച്ചു, ഇന്ന് രാവിലെയായി. എന്തെല്ലാം എല്ലാം കൊണ്ടും പോകുന്നതിന് മുമ്പ് ഇവരെല്ലാം ഒന്ന് പാടിച്ചിട്ട് ഇവരെല്ലാം ആ സിറ്റുവേഷനിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സംഗീത നിശക്ക് രാവൊരുങ്ങിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആദ്യ ഗാനവുമായിട്ട് പ്രശസ്ത ഗായകൻ നിന്നെ പറയുന്നില്ല വിടാൻ വിട്ട് സത്യം അസത്യം ഞാൻ സത്യം ചെയ്ത് പാടും. ഏത് പാട്ട്? അതൊന്നും പറയാങ്കില്ല. ഏത് പാട്ടാണ് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ സിമ്പിളായിട്ട് 3 വരി അറിയാം. അത് പാടുന്നത്. ഓക്കെ ശരി. കഴിഞ്ഞോളം വേദികളിൽ അല്ല, ഞാൻ വേറൊരു പാട്ട ഇന്ന് പാടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ നമ്മളിപ്പോ ഇവിടെ നമ്മളിപ്പോ കോയമ്പത്തൂരുള്ള അപ്പൊ അവനെ തുടങ്ങും. ഏതാ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമുക്ക് പാട്ട് കേൾക്കാം ആദ്യം. കോയമ്പത്തൂരിൽ പിന്നണി ഗായകൻ പ്രശസ്തി നേടിയ നിരഞ്ജൻ. കൂടെ പാടിയ കൊളാവേ ഇല്ല. നമ്മൾ അങ്ങനെ പറയുമ്പോൾ പാടി തുടങ്ങും. നമ്മൾ കൂടെ പാടേണ്ട ആവശ്യമില്ല, പാടിക്കൊള്ളു. സംഗീതം വിശ്വരൂപം എന്ന കമലഹാസൻ സിനിമയിലെ ഒരു അതിമനോഹര ഗാനം. ഉന്നെ കാണാതെ നാനിങ്കെ നാനില്ലേ. அவ்வாறே நோக்கி நான் எவ்வாற நானுவேன், கண்ணாடி முன்னின்று பார்த்து கொண்டே ஒன்றாக செய்திட 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தே, எதிர்பாராமலே அவன் பின்னிருந்து வந்து என்னை பம்பரமாய் சுழற்றி விற்று உலைகுண்டன் பெருவாயில் எந்தன் வாயோடு வாய்ப்பதிட்டான். இங்க பூலோகம் எந்தொரு பொருளுள்ளதே, இந்த பூங்காதை மறந்தாதடி. உடலணிந்த ஆடை போய் எனையணிந்து கொள்வாயா இனி நீ கண்ணா தூங்காத என் கண்ணை துயுழ்ந்து கண்ணந்தான் இனி நீ இது நீடாமலே സാധനം പോയി. ഉന്നെ കാണാമൽ വരി കാണുന്നില്ലടാ. ഉന്നെ കാണാമൽ ഇവന് പാടാനുള്ള സാധനമുണ്ട്, ഫയറുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ അതൊരു ഒരാളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വിട്ടാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇല്ല എന്നല്ല, എൻ്റെ അച്ഛനും അമ്മേനും നല്ല സപ്പോർട്ടാണ്, രണ്ടാൾക്കും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനപ്പുറത്തേക്കുള്ളൊരു സപ്പോർട്ടും കൂടി കിട്ടിയില്ലേ, ഒരു പഠിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ബ്രീത്ത് കൺട്രോൾ ഉണ്ട് ഇവനില്ലേ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരി പാടാൻ പറ്റുന്ന ഒരു ഇതില്ലേ, നമുക്കൊന്നും അത് ഉണ്ടാവില്ല, എനക്ക് കിട്ടൂല സാധനം. ഒരു 2-3 വരി ഒന്നും പിടിച്ച് പാടാനാവില്ല. ഇവനതുണ്ട്. കർണാടകത്തിലെ സിംഗർക്ക് എന്നാ ഇതിനെ കുറിച്ച് പറയാനല്ലേ അല്ലേ? അതെ അതെ തന്നെയാ. ആ ഒരു നല്ലുണ്ട്. ഇല്ല പാട്ട് പാടില്ല. പിന്നെ മറ്റേ ഇതിനകത്തല്ലേ മറ്റേ അങ്ങനെയല്ല, മറ്റേ ഏതോ സിനിമ പറഞ്ഞില്ല, മറ്റേ മോഹൻലാൽ അങ്ങനെ ഞാൻ മദ്യപിച്ചു കൊടുത്ത എല്ലാവരും നല്ല ഇതായിട്ട് തരാം. അതൊക്കെ ഈ സദസ് പാടിയവരാരും മോശമായിട്ടില്ല. കർണാടകയ്ക്ക് വേണ്ടി കവിത. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കന്നഡ പാട്ട് പാടാ. തെറ്റുപറ്റി ക്ഷമിക്കണേ. ഒരു ക്ഷമയുണ്ട്. നീനാദിന നീനൊലിതായി ക്ഷണ ನಿನ್ನಿಂದಲೇ ಹೊಸದೇನೋ ತಲ್ಲಣ ಮಾತೆ ಬರುತ್ತಿಲ್ಲ
വാക്കുകുത്തില്ല മൗനിനാനാദേ ഈ ക്ഷണ ഹേഗുനാനിത്തേ ഹീഗാതെ ಅದಕ್ಕೆ ನೀ ತಾನೇ ಕಾರಣ ನೀನಾದೆನಾ ನೀನುಲಿದಾಯಿ ಕ್ಷಣ ನಿನ್ನಿಂದಲೇ ಹೊಸದೇನೋ ತಲ್ಲಣ. ഇപ്പൊ തമിഴ്നാടും കേരളവും കർണാടകയിലായിട്ട് മത്സരമില്ല. ഒരു തമിഴ് പാട്ടും കൂടി പാടിയാൽ സെറ്റായി. അത് ബിജുവേട്ടൻ. അപ്പോ പ്രശസ്ത ബിജുവേട്ടൻ ഇതുവരെ പാട്ട് പാടിയിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് ഒരു ഗാനം കേൾക്കാൻ പോകുകയാണ്. ബിജുവേട്ടൻ റെഡിയല്ലേ? മൈക്കെല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ആ അപ്പൊ അടുത്ത തമിഴ്നാടിന് വേണ്ടി ഒരു സുന്ദര തമിഴ് ഗാനവുമായി ബിജു ഏട്ടൻ. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണീർ കണ്ണുക്കുൾ നീത കണ്ണീരിൽ നീത കൺമൂടി പാർത്താൽ നെഞ്ചിക്കുൾ നീത ഏതാനതോ ഏതാനതോ சொல் சொல் ഇവൻ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാണ് ഞാൻ ഇത് പാടീനെ. ഇത് അത് പറ്റല്ല, നമ്മൾ എങ്ങനെയും ഒരു പാട്ട് പാടാൻ പറഞ്ഞു, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. ഈ പാട്ടിൽ ഒരുപാട് എനക്കത് കിട്ടിയില്ലെങ്കിൽ ഓനത് കണക്ട് ചെയ്തിട്ടുണ്ട്. അവള് മൈക്ക് കെട്ടിയാണ്, അവള് മൈക്ക് കെട്ടി. അപ്പൊ നമ്മൾ സംഗീതത്തിന് ഇതാക്കിയല്ല എന്നുവെച്ചാല് എനിക്ക് പാടാനുള്ള ആഗ്രഹം കൊണ്ടുപോകുന്നത് ബാക്കിന്ന് ഇതായി. ഇപ്പൊ നടന്മാരെല്ലാം മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചാലും ബാക്കിന്ന് പാടുന്നല്ല അങ്ങനെ അല്ലേ, നന്നായിട്ടുണ്ടല്ലേ? ആരും ഒന്നും ഒരു കൈ മോളെ ഒരു കയ്യടി. സെൽഫി വരെ പാട്ട് അടിപൊളിയായിട്ടുണ്ട്. എടാ ഫുൾ എല്ലാ സീന് നോക്കിയേട്ടാ, ബിജുവേട്ടന്റെ ആക്ഷൻ അതിലും അധികമാണ്. ഞാൻ ഇല്ലേ കളിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ പഴനിയിലെത്തി. നമ്മളെ റിഷൂട്ടിന്റെ മുട്ട അടിക്കാൻ വേണ്ടിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട് ആളേട്ടാ. അതാ നേരെ നമ്മളൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. രാത്രി ഇന്നലെ വന്നേരം ഇവിടെ ഇങ്ങനെ ലൈറ്റ് കണ്ടേ. ഇത് ഭാഗത്താണ് ഇപ്പോൾ ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മളങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. നമുക്ക് 2 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 2 കിലോമീറ്റർ അല്ലെന്ന് പറഞ്ഞാൽ എണ്ണീച്ചാ പോവാ നമുക്ക്. അങ്ങനെ നമ്മൾ സാധനമെടുത്ത് ഓക്കായി. ശരി, നമ്മളെവിടെയുള്ള നമ്മളിപ്പോൾ പൈനിക്കെത്തി. പൈനി അമ്പലത്തിൻ്റെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്താന്ന് തോന്നുന്നു. 2 കിലോമീറ്റർ ഇപ്പുറത്താണ്. നമ്മൾ ഈ റൂം ശരിക്കും പറഞ്ഞാൽ ഉച്ചവരെ ഉണ്ട്. നമ്മൾ പക്ഷേ ഇപ്പം തന്നെ ഇറങ്ങുന്നുണ്ട്. കുത്തിക കൊണ്ടോ, കുത്തിക കൊണ്ടോ. ഈ ഹോട്ടലിലെ തായി ഇറങ്ങി വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വെച്ചിട്ടാണ്. അതല്ലേ നാട്ടിൽ നിന്ന് കുളുത്തുടിച്ച് പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇടവൊക്കെ വീടിയും കുളുത്ത് പറഞ്ഞാലേ. അങ്ങനെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവന്ന്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്താ പറഞ്ഞാൽ ഷൺമുഖ നദി അങ്ങനത്തെ ടെമ്പിളുണ്ട്. അവിടെ പോയിട്ട് അപ്പുറത്ത് മട്ടയടിക്കുന്നവരെ ഇരുന്ന് അടിക്കാനാ. അടിച്ചോണ്ടുണ്ട് ഇവിടെ മുട്ട അടിച്ചിട്ടാവൂല അങ്ങനെ പോയിക്കൊണ്ടുണ്ടോ എല്ലാവരും. ഇപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആക്കി ആടിയും അടിക്കാം വീഡിയോ അടിക്കാന്ന് പറഞ്ഞു. മുട്ടടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. തൊഴാൻ നമുക്ക്. അപ്പോൾ അവർ വണ്ടി ഉണ്ട് ഹോട്ടലിൽ പോവാം. അങ്ങനെ നമ്മളൊരു ഗ്രാമത്തിലൂടെ അങ്ങനെ പോവാന്നേ. പ്രവീൺ കുമാർ പ്രവീൺ ബ്രോ പറഞ്ഞനുസരിച്ചിട്ട് നമ്മൾ ഇതാ തൊട്ടിപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് തീരുന്നുണ്ട്. കാവടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിനകത്ത് കയറിയേ. ഇവിടെ മുട്ടടിക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ അതെ.
അപ്പോൾ അങ്ങനെ മൊട്ടയടിക്കാൻ വേണ്ടി നമ്മൾ വന്നത്. മനസ്സിലായി കേട്ടാ, ചെറുതായിട്ട് മനസ്സിലായി. അതുകൊണ്ട് തുള്ള 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 തുള്ള. പേരെന്താ? രാജകുമാർ. இந்த ஊர் தானே? எங்க தானே? பசங்களை இது கொஞ்சம் பணியல்ல, കുഴപ്പമില്ല. ആ പൊറുമയായി അവസരമൊന്നും ഇല്ലാന്ന് പറയുന്നേട്ടാ. അങ്ങനെ നമ്മള് ഋഷിവേട്ടന്റെ മുട്ടയടിച്ചു. അങ്ങനെ നമ്മൾ മുട്ടയിൽ അടിച്ചിരുന്ന് ഇറങ്ങി. മുറിക ആ യൂട്യൂബ് തന്നെ. നമ്മളങ്ങനെ തിരിച്ച് റൂമിലേക്ക് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി നമ്മൾ പോകാൻ വേണ്ടി വന്ന്. അവന് വല്ലാണ്ട് തല ചൊറിയുന്നുണ്ട് അല്ലേ വി? ചൂടിന്റെ ഇപ്പൊ കുരുവല്ല എണീച്ചാണ്. മുട്ടശൂപ്പി വന്നിട്ടാ നേരെ പള്ളി അമ്പലത്തിലേക്ക് പോകുന്നട്ടാ. പോകുന്ന വഴിയാണിതേ. ഡ്രൈവർ പ്രദീപ് കാര്യമായി ഞങ്ങളെ എന്തോ കട്ട തമിഴിൽ പറയുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എന്താണെന്ന് ഞാൻ ഞെട്ടി. എന്നാ വിത്തുനിന്ന് അടുത്തെത്തി. അടുത്തുനിന്ന് കാണുന്നുണ്ട് പളനിമല മുരുകനെ പള്ളി വേലായുധ പാറി പറക്കുന്ന വാഹന വരിക വരിക വടിവേല ഹരഹരോ ഹരഹര. മോഹൻലാലിന്റെ കൊറേ സിനിമയില് മുരുകൻ വന്നിട്ടുണ്ട് കേട്ടാ. അതെ, ഇപ്പൊ ലാസ്റ്റത്തെ തുടർ സിനിമയിൽ വരെ മുരുകന്റെ ഒരു പാട്ടുണ്ട്. ഋത്തിക്ക് ഒറ്റക്കോലോ നമുക്ക് നേരെ പോകാം അമ്പലത്തിലേക്ക്. അപ്പൊ അങ്ങനെ നമ്മള് ഉള്ളിലേക്ക് പോവാനേ. എന്താ ഊര്? മംഗളൂർ. ആ ഓ അതെയാ. ഓ ജയ്ഗുരു. ആ ഓ അങ്ങനെ ട്രിപ്പായിട്ട് വന്നേ അല്ലേ? ഓ അതെ അതെ ബസ്സിൽ. അതെയാ? ആ ഗ്രൂപ്പ് ഉണ്ടോ മേലോട്ട്? അതെയാ? ഓ അങ്ങനെ. ഞാനും ബസ് ഡ്രൈവറാണ്. ഓക്കെ, താങ്ക് യു. നമുക്കപ്പോ ഇങ്ങനെ കേറാം അല്ലേ? 1/2 കിലോമീറ്റർ. ഓക്കെ, പോവാ. അങ്ങനെ പോവാ. നമ്മൾ അതിലൂടെ എൻട്രി ചെയ്ത് കേട്ടാ. എന്നിട്ട് നമ്മള് നല്ല തിരക്കാണ്. മേലേക്ക് ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ റോപ്പ് വേ ഉണ്ട്. അപ്പൊ പിന്നെ കുറെ സമയം എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്താക്കി വെച്ചാൽ നടന്ന് കയറാന്നുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ട്. ട്രെയിനിന് കയറണമെങ്കിൽ 5 മണിക്കൂർ കാത്തിക്കണം. റോപ്പ് വേക്ക് 10 മണിക്കൂർ കാത്തിക്കണം. എത്ര സമയം വേണ്ടിയിരുന്നില്ല കൃത്യമായിട്ട് അറിയില്ല നമുക്ക്. നമുക്ക് എന്തായാലും നടരാജ് വണ്ടിക്ക് നമ്മൾ വിട്ടിട്ടുണ്ട്. നടരാജ് നമ്മൾ ശബരിമലക്ക് പിന്നെ മലയോട്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ കൂടി അങ്ങനെ തന്നെ അതാ അതിൻ്റെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും അല്ലേ? ആ, അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റെപ്പ് കയറും കേട്ടോ. ആവൂലേ? അല്ലോട്ടി അതിലെടുത്ത് നടക്കേണ്ട ചെറിയൊരു പണിയാണ്. മാറി മാറി എടുക്കാലോ. നല്ല വെയിലാണ്. എന്താ പറയുക പോകും, എന്താ പറയുക ചെറുപ്പ് ഇട്ട് പോകാം. ആ എന്താ വേണ്ടി
ചെറുപ്പം അഴിച്ചു വെക്കാം. അയച്ചു വെക്കാം, അതാണ് അതിന്റെ കണക്ക്. അല്ലെങ്കിൽ കാൽ കൊള്ളും. ഇവന് തമിഴ് അറിയുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. നല്ല തിരക്കുണ്ടെന്നാ പറഞ്ഞിരുന്നത്, നല്ല തിരക്കുണ്ടെന്നാ പറഞ്ഞിരുന്നത് എല്ലാ ബസ്സിനെ പറ്റിയും. പേരെന്നാ? പ്രഭു. ഹായ് ഹായ്. എന്താ ഊര് നിങ്ങൾ? പൊള്ളാച്ചിയാ? കാവടി. ആ ഓക്കെ ഓക്കെ. എല്ലാവരും ഉണ്ടല്ലേ. എനിക്ക് വേറെ ഒന്നും അധികം തമിഴ് അങ്ങനെ ചൊല്ലാമില്ല. നമ്മളെ സാധാരണ തമിഴ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇവരെ തമിഴ് അങ്ങനെ കുറച്ച് കട്ടി തമിഴ്, അത് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ പാക്കലാം. എന്തോ പറയുന്നത്? വെട്ടു വെള്ളൂർക്ക് ഹരോഹര 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 ഹരോഹര. ഓക്കെ ബ്രോ. ഓക്കെ. 7 ദിവസമില്ലേ നമ്മൾ ശബരിമലയ്ക്ക് വരുന്ന ആ മാല ഇട്ടത് 7 ദിവസം വ്രതം എടുത്തിട്ടാണ് ഇവിടേക്ക് വരുന്നത്. നമുക്കില്ലേ തമിഴ് അറിയാം, കേൾക്കുമ്പം തിരിയും, നമുക്ക് പറയാൻ കുറച്ചറിയാം. പക്ഷേങ്കിലേ ഒറിജിനൽ തമിഴ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പതറിപ്പോകും. അതാണ് പല തമിഴ് നമ്മൾ ചെന്തമിഴ്. ആ മലയാള ഭാഷ പല ടൈപ്പുകളാണ്. അതുപോലെ പല പല തമിഴ് നമുക്കറിയാം. അഷ്ട തമിഴാ. എന്റെ എന്നടേ സിനിമ കണ്ട് നാട്ടിലിപ്പോൾ നമ്മളെ വീട്ടിനായിട്ട് നമ്മൾ പോകില്ലേ, നേരം നമ്മളെ ആൾക്കാരെല്ലാം അത് നമ്മളെ ഉണ്ടാവില്ലേ, അതേപോലെ ഉള്ളത് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും നല്ല ഫീലുണ്ട് കേട്ടോ. അതന്നെ വലിയൊരു സന്തോഷം. മുകളിൽ കയറി തിരിച്ച് താഴേക്ക് ഇറങ്ങി നല്ല പഞ്ചാമത് നമ്മൾ പൊട്ടിച്ചേട്ടോ, ചിക്കനെല്ലാം കൊടുത്തു. നോക്കറ നമ്മള് മുകളിൽ കയറുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമുക്ക് അവിടെ ഇരുന്നിട്ട് പറയാം ആ പോയ ഒരു അനുഭവം കാര്യങ്ങളെല്ലാം. ഒരുപാട് നമ്മളെ കുടുംബത്തിലെ അംഗങ്ങളെ കാണാൻ പറ്റി, അതാണ് മെയിനായിട്ട്. ഇത്രയാണല്ലോ ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയ ഒരു കല്യാണത്തിന് പോയ പോലെ ആയിപ്പോയി. ഇത്ര ആളാണെന്ന് വിചാരിച്ചു പോയി. പക്ഷെ ആർക്കും ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അവരും നമുക്ക് ക്യാമറ കൊണ്ട് നമുക്ക് ആർക്കും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് തൊഴിലിനെടുക്കാൻ നമ്മളെ എല്ലാവർക്കും നമ്മളെ അറിയുന്നതാണ് പ്രസാദ പഴവും പൂവെല്ലാം കദളിപ്പഴം പഴവും ഇതെല്ലാം നേരിട്ട് വന്നേട്ടാ. അവരെന്നിട്ട് ഇറങ്ങി പുറത്തേക്ക് വന്നേട്ടാ, അമ്പലത്തിന് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വീഡിയോ സ്ഥിരം കാണലുണ്ട്, കാണാൻ പറ്റിയ സന്തോഷം എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഇത് തന്നെ അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല അത്. അപ്പോൾ ഹായ്, എവിടെയാ നാട്ടില്? തിരുവനന്തപുരത്താ? ഓ ആ മണ്ടി ഇതിനെ കുറിച്ച് ആ ശരി. അതെ അപ്പുറത്തുണ്ട്. ഇങ്ങനെ നമ്മൾ കുറേ ആൾ കേട്ടാ, കുറേ ആൾ പറഞ്ഞാൽ നമുക്ക് കുറേ പേര് വന്നിട്ട് കണ്ടു വണ്ടി കയറുമ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാല് പറിച്ചിട്ട് കുറേ ആള് അതാ അതിന്റെ ഇത് പോയിട്ടില്ല കേട്ടോ. എത്തിക്ക് നോക്കടാ, എത്തിക്ക് അങ്ങനെ ഇരിക്കുന്നു, ആ ക്ഷീണത്തിലിരിക്കുന്നു. എത്തിക്ക് അങ്ങനെ ഉണ്ടാ? കുഴപ്പമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ബെസ്ക്കാൻ തുടങ്ങി കേട്ടോ, കാരണം വെച്ചാൽ നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെ മുകളിൽ കയറി അതൊന്ന് അങ്ങോട്ട് പോന്നി നമ്മൾ എന്താ പറയുക ക്ഷീണിച്ച് പോകുന്നതിൽ നമ്മൾ ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷെങ്കിൽ ഹായ് ആ എത്ര ആൾക്കാരല്ലേ, നമ്മൾ നാട്ടിലിറങ്ങിയ പോലത്തെ ഒരു ഫീൽ ചെയ്യും കേട്ടാ. കേറിയിട്ടില്ല എക്സ്പീരിയൻസ് ഒന്നുണ്ട് അങ്ങനെ വലിയൊരു നമ്മൾ വിചാരിച്ചൊരു തളർച്ച ഉണ്ടായില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ തിരിച്ചിങ്ങ് താഴോട്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു കാല് പറ പറഞ്ഞാല് ഒരു ഇങ്ങനെ മസിൽ നമ്മള് ഒരു മുട്ടും മറ്റേ മുട്ടിനെ അടിച്ചിട്ട് ചെറിയൊരു വേന പറ്റിയിട്ടുണ്ട്. മുകളിൽ നിന്ന് ഈ ട്രെയിന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിനിന് പോകുന്നെല്ലാം വിചാരിച്ചിനെ, പക്ഷെ 2 മണിക്കൂറാണ് ക്യൂ. നമ്മൾ താഴോട്ട് റോഡിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിൻ താഴേക്ക് വരുന്നതാണ്. നമുക്ക് ട്രെയിൻ താഴേക്ക് കുത്തനെയാട്ടോ, എൻ്റെ ഒന്ന് അപ്പുറത്തുണ്ട് കേട്ടോ, ഒന്ന് കയറുന്നുണ്ട്, ഒന്ന് കയറുന്നില്ല, മെല്ലെ ഉറുമ്പിരിയുന്ന പോലെ പോകുന്നത് വെച്ചാൽ അത്രയും കുന്നാണ്. അപ്പോൾ മുകളിൽ കണ്ട ടെമ്പിള് ഏറ്റവും ടോപ്പില് തഴയക്കൂടം ഇപ്പുറത്താ ഉള്ളത്, കാണുന്നില്ല ശരിക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് പോകാം ചേട്ടാ. പളനിക്കുന്ന ഭക്ഷണം കഴിച്ച് നമ്മൾ ആടുന്ന് യാത്ര തിരിക്കുന്ന വഴി പോകുന്ന വഴിയിൽ ഫുൾ കാറ്റാടി. ഇന്നലെ രാത്രി വരുമ്പോൾ നമ്മൾ കണ്ടു കാറ്റാടി. പകല് കാറ്റാടി ഋത്തിക്കൽ ഉറങ്ങിപ്പോയി. ഇപ്പം ഋത്തിക്കിന് ഇത് കാണാൻ പറ്റി കാറ്റാടി. നമുക്കറിയില്ല ഇതിലോട്ട് തിരിച്ചു വരുവാ. അടിപൊളിയായിട്ടാ. ഞാൻ അടുത്ത് വന്നൊന്ന് കാണിക്കാം, അങ്ങ് കാണിക്കാട്ടോ. നമ്മളിതൊന്ന് കഴിയട്ടെ, കാറ്റാടി വരട്ടെ. അപ്പൊ കാറ്റാടി പാടത്തിലാണ് കാറ്റാടി പാടാണേ.
സൈഡ് സൈഡ് എല്ലാം കാറ്റാണ്. ഇത് വൈദ്യുതി ഉൽപാദനം തന്നെയല്ലേ? വൈദ്യുതി ഉൽപാദനം ആയിരിക്കൂലേ? കാറ്റുള്ള സമയങ്ങളില് വൈദ്യുതി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തും അതെ നമ്മള് മറ്റേ ഇത് നമ്മള് സോളാർ വെക്കുന്നുണ്ട്. സോളാർ ഇത് ഗവൺമെന്റിന്റെ ഒരു ഇതായിരിക്കും, പദ്ധതി ആയിരിക്കണം അല്ലേ? ഇത് നമുക്ക് കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നും. ഇത് ഇത്രപ്പാട് കാറ്റാടി ഞാൻ കണ്ടിട്ട് ഇത് ഇങ്ങനെ ഇതൊരു നമ്മളിപ്പോ തെങ്ങും പാടെന്നെല്ലാം പറയുന്നത്, അതൊരു തെങ്ങും പാടല്ലേ? എന്നാൽ ഇത് കാറ്റാടിപ്പാടം, നിറച്ചു കാറ്റാടിയാണ് നട്ട്. കാറ്റ് പിന്നെ എല്ലാടും നീ മറ്റേ നമ്മളെ ഈ മൊബൈലിന്റെ ടവർ പോലത്തെ കണ്ട, അത് എല്ലാടും ഇല്ല കേട്ടോ. എല്ലാടും വെള്ളത്തൂണാണ്, ഒരു വെള്ളത്തൂണുണ്ട്. ഇതിപ്പോ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഈന്റിതാണ് നമ്മുടെ ടവറിന്റെ പോലത്തെ ഒരു ഇരുമ്പിന്റെ വേണ്ട മറ്റൊരു വരുന്നുണ്ട് അടുത്തതുമില്ല. ഇത് പങ്കില്ലേ പങ്കാണ് പേടിയാണ്.